ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് എക്സാം ഹാക്കുകളാണ്. അപ്പം 5 മിനിറ്റ് ക്രാഫ്റ്റിൻ്റെ എക്സാം ഹാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോ ഇട്ടെടുക്കാം. ഓ failed. ഓ ഇനി അവരെന്തോ ചെയ്യുന്ന നോക്കാം. സെറ്റ് സാധനം. എന്തൊക്കെ പറഞ്ഞാലും BTA മീറ്റിംഗ് ആവുമ്പോൾ പെട്ട്, ആരായാലും പെട്ട്. ഇതോ കോപ്പി അടിയാണോ? സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇനിയിപ്പോൾ ഇവരെന്തോ കാണിക്കുന്ന. ഭയങ്കര അതിന് കണ്ണില്ലേ? ഇത്ര അടുത്ത് നിന്നിട്ട് ഇങ്ങനെ അടിക്കുന്ന കാണാൻ. ഒരു തുമ്മൽ ഉമ്മിയപ്പോൾ ആ ചായ എല്ലാം കൂടെ ഇളകി മറിഞ്ഞണ്ട. അഭിനയം. സാഡ്, വെരി സാഡ്. അവൻ്റെ മോൻ താണ്ടാറ് തോറ്റു. നമ്മളും തോറ്റിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചെറുതായിട്ട്. ഇത് വെച്ച് ഇങ്ങനെയും പരിപാടി ഉണ്ടോ? ഒരെണ്ണം വാങ്ങിക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരാടെ ഈ കൊക്കക്കോളയും കൊണ്ട് എക്സാം ക്ലാസ്സിൽ കയറുന്നേ? എക്സാം ഹാളിൽ ആരാ ഈ കൊക്കക്കോളയും കൊണ്ട് കയറുന്നേ? ലോകത്ത് ആരെങ്കിലും കയറുമോ കൊക്കക്കോളയും കൊണ്ട് എക്സാം ഹാളിൽ? ടീച്ചറെടുത്ത് അപ്പുറം കളയും, കൂടെ നിന്നെയും കൂടെ എടുത്ത് കളയും. ഇതിപ്പോലും വിവരമില്ല.
ചിലപ്പോൾ ഇത് വല്ല വെളിനാട്ടിലുമായിരിക്കും. ഇംഗ്ലണ്ട്. അവിടുത്തെ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. അവരെന്തോ കാണിക്കട്ടെ, നമുക്ക് നോക്കാം. വീണ്ടും തോറ്റി. എക്സ്പ്രഷൻ കണ്ടപ്പോഴേ തോന്നി. ഇത് പരീക്ഷ പേപ്പറായിരുന്നു, റിസൾട്ട് വന്നില്ല. പിന്നെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ അങ്ങനെ വിചാരിക്കൂ. അടുത്ത ഒരു ഹാക്ക് വന്നു. ഇതൊക്കെ കേരളത്തിലായിരിക്കണം. സാറന്മാർ പോയിട്ട് മൊട്ടുപിന്ന് പോലും കണ്ട അടിച്ച് അപ്പുറത്തെ വിളയക്കളയും നമ്മൾ. എൻ്റെ കൂട്ടുകാരന് കൊണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ തുണ്ടോ? അതൊന്ന് മടക്കി വെച്ചൂടെ? ഇവരെന്ത് മിണ്ടത്തില്ലേ? വരെ എൻ്റെ കൈ കിട്ടിയ ആടിച്ച് ഞാൻ ഓടിക്കും. പൊന്നടാവേ, നഖത്തിൻ്റെ ഇടയിൽ വരെ തുണ്ട് വയ്ക്കുന്നു. ഇവർ നിസാരക്കാരല്ല ഗൈസ്. എടുത്ത അവിടുന്ന് മോനെ ഇന്റലിജന്റ്. അവനൊരു കയ്യടി അറിയിക്കുന്നു. പൊളിച്ച് മച്ചാനെ, പൊളിച്ച്. മച്ചാന്റെ ബുദ്ധി വ്യാപാരം തന്നെ. നല്ലൊരു ബുക്കായിരുന്നു. ലവ അവിടെ ഫോൺ എടുത്ത് അങ്ങനെ വെച്ചപ്പോൾ ഇവിടെ മേക്കപ്പ് സെറ്റ് വെച്ചേക്കുന്നു. ഇതൊന്നും സാറ് കാണത്തില്ലേ? അവനെ കണ്ട അവൻ ഇങ്ങനെ നോക്കി എഴുതുന്നത്. അവിടെ എന്തോ വല്ലതും ഇരിക്കുന്ന. എൻ്റെ പിണറാവി, ഇവന് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടാടേ.
ഇന്ന് മാത്സ് ടെസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ക്ലാസ്സിലോട്ട് ചെല്ല്, സാറിൻ്റേത് കിട്ടിക്കോളും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ബാൻഡേജിൻ്റെ ഇടയിൽ തുണ്ട് വയ്ക്കും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നൈസ് സംഭവമാണ്. പക്ഷേ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. എന്നാലും ഞാൻ ചെയ്യും. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കൂട്ടുകാരന്മാർ ഇതെങ്ങാനും കണ്ട ഓട്ടനെ ടീച്ചറിനെ വിളിച്ചു പറയും, ടീച്ചറേ എണീച്ച് നിന്നിട്ട്, ടീച്ചറേ അതാ ഇവിടെ അടുത്ത് കണ്ടെഴുതുന്നു, അല്ല സോറി കോപ്പി അടിക്കുന്നു. ടീച്ചർ വന്നിട്ട് അവൻ്റെ അടുത്ത് എവിടാ കോപ്പി കരുത്ത്. അവൻ പറയും ഇവൻ്റെ ആ ബാൻഡേജ് ഊരി കാണിച്ചതെന്ന് പറയും. കരുത്ത് ടീച്ചർ ബാൻഡേജ് ഊരി കാണിക്കാൻ പറയുമ്പോഴായിരിക്കും നമുക്ക് പണി പാടുന്നത്. ഇതേപോലെ അല്ലെങ്കിലും ഇതേപോലെ വേറെ എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റിയിട്ടുണ്ട്. നൈസായിരുന്നു. പക്ഷെ അത് അത് പറഞ്ഞ് അവന് ടീച്ചറിനെ വിളിച്ച് കാണിച്ചു കൊടുത്ത ഞാൻ, അത് വേറെ കാര്യം. അതുകൊണ്ട് അവയിപ്പം എപ്പോൾ ഫുട്ബോൾ കളിച്ചാലും അവയിപ്പം എൻ്റെ ഓപ്പണൻ ടീമാണ്. എന്നെ ഫൗൾ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ഗോളിയായിട്ട് അങ്ങ് നിൽക്കും. എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരടുത്ത് ഞാൻ പറയും, എടാ ലവനെ കടത്തി വിടരുത്, അവ അല്ലെങ്കിൽ എന്നെ എടുത്തിട്ട് ഇടിക്കൂ. അതുകൊണ്ടിപ്പം അവന് അങ്ങോട്ട് കടത്തിയേ വിടത്തില്ല ഞങ്ങളുടെ കൂട്ടുകാർ. അയ്യ, അങ്ങനത്തവനാണ് അവൻ. അപ്പം നമുക്ക് ബാക്കി വീഡിയോകളെ കാണാം. വിശക്കുന്നപ്പോൾ വയറ് ശബ്ദം ഉണ്ടാകുന്നു. ഫ്രൂട്ട് ജെല്ല എന്തോന്ന്? സാറ് പറഞ്ഞ് സ്നാക്സ് ഒന്നും ക്ലാസ്സിൽ തിന്നാൻ പാടില്ലെന്ന്. അതുകൊണ്ട് എടുത്ത് തിരിച്ച് ബാഗിനകത്തിട്ട്. ഇതൊന്ന് നിക്കിയ കഴുവി എടുക്കുന്നു, കഴുവി. ജെല്ലിയാ ആണെന്നോ? ജെല്ലി കണ്ട ഇതെങ്ങാനും നമ്മളെ ഇവിടുത്തെ ടീച്ചർമാർ കാണണം. എടാ ഗ്ലൂ അടിക്കുന്നോടാ എന്നും ചോദിച്ചിട്ടായിരിക്കും ആദ്യത്തെ അടി. രണ്ടാമത്തെ അടി പഠിക്കാൻ നേരത്താണോടാ ഗ്ലൂ അടിക്കുന്നത്, നിനക്ക് ഗ്ലൂ അടിക്കണമെങ്കിൽ വീട്ടിൽ പോയിരുന്ന് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. അതിനായിരിക്കും രണ്ടാമത്തെ അടി. അയ്യോ, എന്നാലും ഈ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്തൊക്കെ ഇതേപോലെ കഴിച്ചാൽ ആരും കാണത്തില്ലേ? അല്ല ടീച്ചർമാരൊന്നും കാണത്തില്ലേ? അതാണ് ഈ 5 മിനിറ്റ് ക്രാഫ്റ്റിൻ്റെ കുഴപ്പം. ഒരു തവണ ടീച്ചർ വന്നാൽ പിന്നെ ടീച്ചർ നോക്കത്തില്ല അങ്ങോട്ട്, വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തുവാടേ? ടീച്ചർ സൈഡിൽ നിൽപ്പുണ്ട്, ടീച്ചർ ഇതൊന്നും കണ്ടില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ
കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ബായ്.